കസ്റ്റമറാണ് യഥാർത്ഥ ബോസ്. നമസ്കാരം. സൺഡേ വൈബ്സിലേക്ക് സ്വാഗതം. ഞാൻ മുഹമ്മദ് കുട്ടി. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു ചെറിയ കടയുടെയും രണ്ട് വ്യത്യസ്ത ബിസിനസ്സുകാരുടെയും കഥയാണ്. ഒരു ചെറിയ പട്ടണത്തിൽ ഒരേ സാധനം വിൽക്കുന്ന രണ്ട് കടകളുണ്ടായിരുന്നു. രണ്ട് കടകളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരേ പ്രൊഡക്റ്റ്, ഏകദേശം ഒരേ വില, ഒരേ സ്ഥലത്ത്. പക്ഷേ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു കടയിൽ എപ്പോഴും കസ്റ്റമർ തിരക്ക്, മറ്റേ കടയിൽ കസ്റ്റമർ കുറവ്. ഒരു ദിവസം രണ്ടാമത്തെ കടയുടെ ഉടമ ആദ്യത്തെ കടയുടെ ഉടമയോട് ചോദിച്ചു, നിങ്ങളുടെ ബിസിനസ് ഇത്ര നന്നായി പോകുന്നതിൻ്റെ രഹസ്യം എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രൊഡക്റ്റ് വിൽക്കുന്നതിന് മുമ്പ് കസ്റ്റമറിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അത് കേട്ട് അയാൾക്ക് അത്ര വലിയ കാര്യമൊന്നും തോന്നിയില്ല. ഞാനും നല്ല പ്രൊഡക്റ്റ് തന്നെയാണ് വിൽക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കടയോട് ചോദിച്ചു, കസ്റ്റമർ ഒരിക്കൽ നിങ്ങളുടെ കടയിൽ വന്നിട്ട് വീണ്ടും വരാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അയാൾക്ക് ഉത്തരം ഉണ്ടായിരുന്നില്ല. അവിടെ നിന്നാണ് യഥാർത്ഥ ബിസിനസ് ലെസൺ തുടങ്ങുന്നത്. നമ്മൾ പലപ്പോഴും കരുതും, എൻ്റെ പ്രൊഡക്റ്റ് നല്ലതാണ്, അതുകൊണ്ട് കസ്റ്റമർ വരണം. പക്ഷേ കസ്റ്റമർക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് നല്ലതാണോ എന്നത് മാത്രം പ്രധാനമല്ല, അയാൾക്ക് ലഭിക്കുന്ന എക്സ്പീരിയൻസാണ് പ്രധാനപ്പെട്ടത്. അയാളോട് എങ്ങനെ സംസാരിക്കുന്നു, അയാളുടെ ആവശ്യം എത്ര വേഗത്തിൽ മനസ്സിലാക്കുന്നു, ഒരു പ്രശ്നം വന്നാൽ എങ്ങനെ പരിഹരിക്കുന്നു. വാങ്ങിയതിനു ശേഷം പലപ്പോഴും നിങ്ങൾ കസ്റ്റമറിനെ ഓർക്കുന്നുണ്ടോ? ഇതെല്ലാം ബിസിനസ്സിൻ്റെ ഭാഗമാണ്. ഒരു കസ്റ്റമർ ഒരിക്കൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങുന്നത് ഒരു സെയിൽ മാത്രമാണ്. പക്ഷേ അയാൾ വീണ്ടും വരുമ്പോൾ അത് ട്രസ്റ്റാണ്. അയാൾ മറ്റൊരാളോട് നിങ്ങളുടെ ബിസിനസ്സിനെക്കുറിച്ച് പറയുമ്പോൾ അതാണ് നിങ്ങളുടെ യഥാർത്ഥ മാർക്കറ്റിംഗ്. ഇന്ന് വലിയ കമ്പനികൾ മാർക്കറ്റിങ്ങുകൾക്കായി കോടികൾ ചിലവഴിക്കുന്നു. പക്ഷേ ഒരു സാറ്റിസ്ഫൈഡ് കസ്റ്റമർ മറ്റൊരു കസ്റ്റമറിനെ കൊണ്ടുവരുമ്പോൾ അതിനേക്കാൾ ശക്തമായ മാർക്കറ്റിംഗ് പലപ്പോഴും വേറെയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ബിസിനസ് ചെറുതാണോ വലുതാണോ എന്നത് പ്രശ്നമല്ല. നിങ്ങളുടെ കസ്റ്റമർക്ക് നിങ്ങൾ എത്ര വലിയ വാല്യൂ നൽകുന്നു എന്നതാണ് പ്രധാനം. ഒരു ചെറിയ ഷോപ്പായിരിക്കാം, ഒരു റെസ്റ്റോറൻ്റ് ആയിരിക്കാം, ഒരു മാനുഫാക്ചറിങ് കമ്പനി ആയിരിക്കാം, ഒരു കൺസൾട്ടൻസി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ബിസിനസ് ആയിരിക്കാം. എല്ലായിടത്തും ഒരു കാര്യം ഒരുപോലെയാണ്, കസ്റ്റമർ ഇല്ലെങ്കിൽ ബിസിനസ് ഇല്ല. അതുകൊണ്ട് കസ്റ്റമറിനെ വെറും പണം കൊണ്ടുവരുന്ന ഒരാളായി കാണരുത്. അയാൾ നിങ്ങളുടെ ബിസിനസ് വളർത്തുന്ന പങ്കാളിയാണ്. ഒരു കസ്റ്റമർ പരാതി പറയുമ്പോൾ അത് ഒരു ശല്യമായി കാണരുത്. അത് നിങ്ങളുടെ ബിസിനസ്സിനെ മെച്ചപ്പെടുത്താനുള്ള ഒരു സൗജന്യ ഉപദേശമായി കാണൂ. ഒരു കസ്റ്റമർ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരു പരാതി പറഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഒരു കസ്റ്റമർ മാത്രമല്ല, നിങ്ങളുടെ ബിസിനസ്സിൽ എന്താണ് മെച്ചപ്പെടുത്തേണ്ടത് എന്നറിയാനുള്ള ഒരവസരമാണെന്ന് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിനെ ഒന്ന് പരിശോധിക്കൂ. നിങ്ങളുടെ കസ്റ്റമർ വീണ്ടും വരാൻ എന്തുകൊണ്ടാണ്? നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ അടുത്ത് പോകാതെ നിങ്ങളെ തന്നെ തിരഞ്ഞെടുക്കാൻ എന്താണ് കാരണം? ഈ രണ്ട് ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ശരിയായ വഴിയിലാണ്. കാരണം വില കുറച്ച് മാത്രം കസ്റ്റമറിനെ പിടിച്ചു നിർത്താൻ കഴിയില്ല. ഓരോ ദിവസവും പുതിയ ഓഫർ നൽകിയും കസ്റ്റമറിനെ നിലനിർത്താൻ ഒരിക്കലും കഴിയില്ല. പക്ഷേ ട്രസ്റ്റ് ഉണ്ടാക്കിയാൽ കസ്റ്റമർ നിങ്ങളോടൊപ്പം നിൽക്കും. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ അസറ്റ് നിങ്ങളുടെ ബിൽഡിംഗ് അല്ല, നിങ്ങളുടെ മെഷീനറി അല്ല, നിങ്ങളുടെ ബാങ്ക് ബാലൻസ് പോലുമല്ല, നിങ്ങളിൽ വിശ്വാസം വയ്ക്കുന്ന കസ്റ്റമറാണ്. അതുകൊണ്ട് കസ്റ്റമറിനെ നേടാൻ ശ്രമിക്കൂ. അതിനേക്കാൾ പ്രധാനമായി കസ്റ്റമറിൻ്റെ വിശ്വാസം നേടാൻ ശ്രമിക്കൂ. കാരണം ഒരു സെയിൽ ബിസിനസ് തുടങ്ങും, പക്ഷേ ഒരു നല്ല റിലേഷൻഷിപ്പാണ് ബിസിനസ്സിനെ വളർത്തുന്നത്.